ഹായ് വെൽക്കം ടു സക്സസ് അക്കാഡമി. നമുക്കിന്ന് 2022 CGL-ലെ അൽജിബ്രയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 1 is equal to 0, then find the value of x raised to 6 plus x raised to 4 plus 1 plus x square by 5 into x raised to 3. സോ നമുക്കതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്താ തന്നേക്കുന്നത്? നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ നമുക്ക് അതിനെ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 1 is equal to 0 എന്നാണ് നമുക്ക് തന്നേക്കണത്. സോ അതിനെങ്ങനെ മാറ്റാൻ പറ്റും? നമുക്ക് ഈ 5x-നെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എങ്ങനെ വരും? എക്സ് സ്ക്വയർ പ്ലസ് 1 is equal to എത്രയെന്ന് കിട്ടും? 5x എന്ന് കിട്ടും. അതിന് ശേഷം എന്താ? ഈ എക്സിനെ അടിയിലേക്ക് കൊണ്ടുവരാം. അതായത് എക്സ് സ്ക്വയർ ബൈ എക്സ് പ്ലസ് 1 ബൈ എക്സ് എന്ന് പറയുന്നത് എത്ര? 5 എന്ന് കിട്ടി. എക്സ് സ്ക്വയറും ഇത് വെട്ടിപ്പോയി. അപ്പോൾ എത്ര വരും? എക്സ് പ്ലസ് 1 ബൈ എക്സിന് എത്ര കിട്ടി നമുക്ക്? സോ തന്ന ഇക്വേഷനിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എക്സ് പ്ലസ് 1 ബൈ എക്സ് ഇസ് ഈക്വൽ ടു 5 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് വേണ്ട ഡാറ്റയും അതാണ്. സോ നമ്മളത് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എക്സ് റേസ് ടു 6 പ്ലസ് എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ 5x ക്യൂബാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഇതിനൊന്ന് ചെറുതാക്കണം. ചെറുതാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് എക്സ് റേസ് ടു 3, അതായത് എക്സ് ക്യൂബിനെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. സോ ആദ്യത്തേന്ന് എക്സ് ക്യൂബ് നമ്മൾ പുറത്തെടുത്തപ്പോൾ എത്ര കിട്ടി? എക്സ് റേസ് ടു 3 പ്ലസ് എക്സ് റേസ് ടു 1 പ്ലസ് നമുക്ക് ഇവിടെ എത്ര കിട്ടും? 1 ബൈ എക്സ് എന്ന് കിട്ടും. 1-ൻ്റെ കേസിലോ 1 ബൈ എക്സ് ക്യൂബ് എന്ന് കിട്ടും. ബൈ അടിയിലും 5-ൻ്റെ കേസിലും അതുപോലെ ചെയ്യുക. 5 എടുത്തു കഴിഞ്ഞാൽ എക്സ് റേസ് ടു 3 കോമൺ ആയിട്ട് എന്ത് പുറത്തെടുക്കാൻ പറ്റും. അതുപോലെ എക്സ് റേസ് ടു 3 എന്തായി? കട്ടായിപ്പോയി. ബാക്കിയുള്ളത് എന്താ? എക്സ് റേസ് ടു 3 ഉണ്ട്. അതുപോലെ എന്താ? 1 ബൈ എക്സ് റേസ് ടു 3 ഉണ്ട്. അതുപോലെ വേറെ എന്തുണ്ട്? എക്സും ഉണ്ട് പ്ലസ് 1 ബൈ എക്സും ഉണ്ട്. നമുക്കിതിൻ്റെ വാല്യൂ അറിയാം. അതായത് എക്സ് പ്ലസ് 1 ബൈ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 5 ആണ് നമുക്കറിയാം. സോ എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് പ്ലസ് 5 എന്ന് കിട്ടി ചെറുതാക്കിയപ്പോൾ. സോ നമുക്ക് ആ തന്ന ഇക്വേഷൻ എന്ത് ചെറുതാക്കി നമ്മളെവിടെ എത്തിച്ചു? എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് പ്ലസ് 5. ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ഡെറൈവ് ചെയ്തെടുത്തു? എക്സ് പ്ലസ് 1 ബൈ എക്സ് 5 ആണെന്ന് എടുത്തു. സോ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് എക്സ് പ്ലസ് 1 ബൈ എക്സ് കെ ആണെങ്കിൽ എന്ത്? എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? കെ ക്യൂബ് മൈനസ് 3 കെ ആണ്. സോ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇവിടെ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്ര? എക്സ് പ്ലസ് 1 ബൈ എക്സ് കെ ആണ്. ആ കെ ആണ് എത്ര? 5. സോ എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എത്ര? കെൻ്റെ ക്യൂബ്, അതായത് 5-ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 125 മൈനസ് 3 ഇൻറ്റു 5 എത്ര കിട്ടി? 125 മൈനസ് 15 എന്ന് പറയുന്നത് എത്ര? 110 നമുക്ക് കിട്ടി. അതായത് എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എത്ര? 110 കിട്ടി. സോ നമുക്ക് എത്ര കിട്ടി? നമ്മുടെ ഇക്വേഷൻ ബൈ അടിയിലൊരു 5 കൂടി ഉണ്ട്. അതായത് നമ്മൾ 5x-ലെ ക്യൂബ് മാത്രമാണ് കട്ട് ചെയ്ത് കളഞ്ഞത്. ബാക്കി റിമൈനിങ് 5 ഉണ്ടായിരുന്നു. സോ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. എന്ത്? എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് പ്ലസ് 5 ബൈ 5 എന്നുണ്ട്. ഇതിൽ നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടി? എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബിൻ്റെ വാല്യൂ കിട്ടി. സോ ഇതിന് എന്ത്? നമുക്ക് ആ വാല്യൂ ഇട്ട് കൊടുക്കാം. എന്ത്? 110 ഇട്ട് കൊടുക്കാം. 110 പ്ലസ് 5 ബൈ 5, അതായത് 115 ബൈ 5 എന്ന് പറയുന്നത് എത്ര? 2 എന്ന് കിട്ടും. 23 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ് പ്ലസ് 1 ബൈ എക്സ് കെ ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് കെ ക്യൂബ് മൈനസ് 3k. സോ നമ്മുടെ ആൻസർ എത്ര? ഓപ്ഷൻ സി 13 ആണ് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4 ഇൻറ്റു 17 ക്യൂബ് മൈനസ് 7 ക്യൂബ് ബൈ 17 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് പി ഇക്വൽ ടു 40. ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പിയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് തന്ന ഇക്വേഷൻ എടുത്ത് എഴുതാം. അതായത് 4 ഇൻറ്റു 17 ക്യൂബ് മൈനസ് 7 ക്യൂബ് ബൈ 17 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് പി ഇക്വൽ ടു എന്താണ്? 40. ഈ 4-ഉം 40-ൽ 4-ഉം വെട്ടിക്കളഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? ഇവിടെ
10 എന്ന് നമുക്ക് കിട്ടി. അതായത് 4ഉം 4ഉം വെട്ടിക്കളയുമ്പോൾ 10 എന്ന് കിട്ടി. സോ എന്താണ് ബാക്കിയുള്ളത് ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഇവിടെ തന്നിട്ടുണ്ട് എന്ത് 17 ക്യൂബ് മൈനസ് 7 ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതാണ്? എ ക്യൂബ് മൈനസ് ബി ക്യൂബിൻ്റെ ഇക്വേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. എന്താണ് ഇക്വേഷൻ? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി. സോ അതവിടെ അപ്ലൈ ചെയ്യാൻ വെച്ചാൽ എന്താ? എ ക്യൂബും ബി ക്യൂബും പകരം ആ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ മൈനസ് ബി എന്ന് പറയുന്നത് എത്ര? 17 മൈനസ് 7 ഇൻറ്റു 17 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് 17 ഇൻറ്റു 7 അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ബൈ താഴെയുള്ളത് 17 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് പി എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ് വരുന്നത്. ഇതിൻ്റെ സം എന്ന് പറയുന്നത് എത്ര? 17 മൈനസ് 7 എന്ന് പറയുന്നത് 10 കിട്ടും. സോ ഈ 10ഉം കട്ട് ചെയ്ത് പോകും. സോ ബാക്കിയുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ 17 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് 17 ഇൻറ്റു 7 എന്ന് പറയുന്നത് എന്താണ്? 17 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് പി. സോ എന്താണ്? ഈ രണ്ട് പാർട്ടും കോമൺ ആണ്. സോ കട്ട് ചെയ്ത് പോകും. പിയുടെ വാല്യൂ എത്ര കിട്ടും നമുക്ക്? പി ഇസിക്കൽ ടു 17 ഇൻറ്റു 7 എന്ന് വരും. അതെത്ര? 119 വരും. അതായത് പിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്ര? ഓപ്ഷൻ സി 119 ആണ് വരിക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഇസിക്കൽ ടു എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ഈസ് എ നെഗറ്റീവ് നമ്പർ സച്ച് ദാറ്റ് കെ പ്ലസ് 1 by k is equal to minus 2. What is the value of k square plus 4k minus 2 by k square plus k minus 5? അതാണ് തന്നേക്കുന്നത്. നമുക്ക് തന്ന കണ്ടീഷൻ എന്താണ്? k plus 1 by k is equal to minus 2 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ എന്താ? എക്സ് അല്ല, സോറി, k ആണ് വരുന്നത്. k is a നെഗറ്റീവ് വാല്യൂ. അതായത് k plus 1 by k is equal to 2 ആണെങ്കിൽ kക്ക് നമുക്ക് ഏത് വാല്യൂ ഇട്ട് കൊടുക്കാൻ പറ്റും? kക്ക് നമുക്ക് -1 എന്ന് ഇട്ടെടുക്കാൻ പറ്റും. സോ -1 ഇതിലിട്ട് കൊടുത്താൽ എന്ത് കിട്ടും? -1 പ്ലസ് 1 ബൈ -1 എന്ന് പറയുന്നത് എത്ര? -1 പ്ലസ് -1 എന്ന് പറയുന്നത് എത്ര? -2 എന്ന് കിട്ടും. സോ എന്താണ്? നമുക്ക് കെയ്ക്ക് എന്ത് വാല്യൂ ഇട്ട് കൊടുക്കാൻ പറ്റും? -1 എന്ന് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇത് വാല്യൂ പുട്ടിംഗ് മെത്തേഡാണ്. സോ ആ കെയ്ക്ക് -1 ഇട്ട് കൊടുത്ത് തന്നെ നമുക്ക് തന്ന ഇക്വേഷൻ ക്വസ്റ്റ്യനിലും നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? കെ സ്ക്വയർ പ്ലസ് 4k മൈനസ് 2 ബൈ കെ സ്ക്വയർ പ്ലസ് കെ മൈനസ് 5. കെയ്ക്ക് നമുക്ക് -1 എന്നിട്ട് കൊടുക്കാം. -1 ഹോൾ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു -1 -2 ബൈ -1 ഹോൾ സ്ക്വയർ പ്ലസ് -1 -5. -1 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ +1 -4 ഇൻറ്റു 1 എന്ന് പറയുന്നത് -4 -2 ബൈ -1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1 -5 എന്ന് വരും. സോ നമുക്കിത് കട്ട് ചെയ്ത് കളയുമ്പോൾ എത്ര വരും? -1 പോയി. ഇവിടെ 6 മേലെ എത്ര കിട്ടും? മേലെ -5 എന്ന് കിട്ടും. അടിയിൽ -5 മൈനസ് കട്ട് ചെയ്ത് പോയി. 5ഉം കട്ട് ചെയ്ത് പോയപ്പോൾ എത്ര വന്നു? ആൻസർ നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നമ്മൾ യൂസ് ചെയ്തത് വാല്യൂ പുട്ടിംഗ് മെത്തേഡാണ്. അതായത് കെയ്ക്ക്, അതായത് തന്ന കണ്ടീഷന് നമ്മൾ എന്ത് ഇട്ട് കൊടുത്തു? വാല്യൂ ഇട്ട് കൊടുത്ത കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ എന്ത് ആ വാല്യൂ തന്നെ നമ്മൾ ക്വസ്റ്റ്യനിലും ഇട്ട് കൊടുത്തു. സോ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 1 ആണ്, ഓപ്ഷൻ സി. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് പ്ലസ് 1 by x is equal to 5√2. Then what's the value of x raised to 4 plus 1 by x raised to 4? സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? x raised to 4 പ്ലസ് 1 by x raised to 4ൻ്റെ വാല്യൂ, അതായത് -4 x raised to -4 എന്ന് ഉദ്ദേശിക്കുന്നത് 1 by x raised to 4 ആണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വാല്യൂ ആണ് എന്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? x പ്ലസ് 1 by x എന്ന് പറയുന്നത് എന്ത് തന്നിട്ടുണ്ട്? 5√2 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? അതായത് ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് x പ്ലസ് 1 by x എന്താണ്? a ആണെങ്കിൽ
എക്സ് സ്ക്വയർ പ്ലസ് 1/x² കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് a² - 2. സോ എന്താണ് എക്സ് പ്ലസ് 1/x എന്ന് പറയുന്നത് എ ആണെങ്കിൽ x² പ്ലസ് 1/x² എന്ന് പറയുന്നത് a² - 2. സോ നമുക്ക് തന്നേക്കുന്നത് എന്താണ് എക്സ് പ്ലസ് 1/x = എന്ത് 5√2 ആണ് നമുക്ക് തന്നേക്കുന്നത്. സോ നമുക്ക് എന്ത് x² പ്ലസ് 1/x² കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ആ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. എന്താണ് എ എന്ന് പറയുന്നത് എന്താണ് 5 × √2. സോ 5 × √2 ഹോൾ സ്ക്വയർ മൈനസ് 2 എത്ര കിട്ടി 25 × 2 - 2 അതായത് 15 - 2 എന്ന് പറയുന്നത് എത്ര 48 നമുക്ക് കിട്ടി. അതായത് x² പ്ലസ് 1/x² എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി 48 എന്ന് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് x⁴ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ എന്താണ് എക്സ് നമ്മൾ ഇക്വേഷൻ ഇട്ട് കൊടുത്തപ്പോൾ എന്ത് കിട്ടി x² എന്ന് കിട്ടി. x² ഈ സെയിം പ്രോസസ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എന്ത് കിട്ടും x⁴ പ്ലസ് 1/x⁴ എത്രയാണ് നമുക്ക് കിട്ടും. അതായത് എക്സ് നമ്മൾ ആ ഇക്വേഷൻ ഇട്ട് കൊടുത്തപ്പോൾ എത്ര കിട്ടി എക്സിൻ്റെ പവർ കൂടി സ്ക്വയർ ആയി. ആ സെയിം ഇക്വേഷൻ വീണ്ടും ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും എക്സിൻ്റെ പവർ 4 ആവും. സോ വീണ്ടും ഇട്ട് കൊടുക്കാം. എന്താണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ a² - 2. ഇവിടുത്തെ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് 48 നമ്മുടെ. സോ വീണ്ടും നമുക്ക് ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. അതായത് 48ൻ്റെ സ്ക്വയർ മൈനസ് 2. 48ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും 48ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 48 × 48 എന്ന് പറയുന്നത് 64. (2304) കിട്ടും നമുക്ക്. അതായത് 48ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര 2304 - 2 എന്ന് പറയുന്നത് എത്രയാണ് 2302 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ് എന്താണ് എക്സ് പ്ലസ് 1/x എ ആണെങ്കിൽ x² പ്ലസ് 1/x² എന്ന് പറയുന്നത് എന്താണ് a² - 2. സോ നമ്മൾ ആദ്യം എക്സിനെ സ്ക്വയർ ആക്കി വീണ്ടും ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും ആ സ്ക്വയറിനെ നമുക്ക് 4ൻ്റെ പവർ ആക്കാൻ പറ്റും. സോ നമ്മുടെ ആൻസർ വരുന്നത് 2302. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിംപ്ലിഫൈ x⁹ × 9 × x⁵ 5 × x⁻⁻4 × x⁻0 × x⁻6. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് എടുത്ത് എഴുതാം x⁹ 9 × x⁵ ഇവിടെ -4 ആണ് പവർ. അപ്പോൾ അടിയിലാണ് വരെ x⁴ × x⁻0 × x⁻6 ആണ്. സോ x⁻6 ഡിനോമിനേറ്ററിലേക്ക് പോകും. സോ ഇനി എന്താണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. x⁻0 എന്ന് പറയുന്നത് എത്ര വരാം 1 ആണ് ആൻസർ വരാം. സോ ഇവിടെ x⁴ ഉണ്ട് x⁵ ഉണ്ട്. സോ അതിൻ്റെ പ്രൊഡക്റ്റ് എത്ര കിട്ടും x⁻9 × x⁵ എന്ന് പറയുന്നത് എത്ര x⁻9 + 5. അതുപോലെ അടിയിൽ x⁴ × x⁻6 എന്ന് പറയുന്നത് എത്ര കിട്ടും x⁴ + 6 എന്ന് കിട്ടും. എത്ര കിട്ടും x⁻14 എന്നും കിട്ടും. അടിയിൽ x⁻10 എന്ന് നമുക്ക് കിട്ടും. സോ എന്താണ് ഡിവിഷനാണ് വരുന്നത്. സോ നമ്മൾ പ്രൊഡക്റ്റ് കാണുമ്പോൾ എന്താ സമ്മ ചെയ്തത്. സോ ഡിവിഷൻ എന്ന് പറയുമ്പോൾ എത്ര സബ്സ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത്. സോ x⁻14 - 10 എന്ന് വരും. അതായത് x⁻4 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അത് ഓപ്ഷൻ ബി ആണ്. സോ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്ത് അതായത് ബേസ് സെയിം ആണ് അതിൻ്റെ പ്രൊഡക്റ്റ് ആണ് കാണുന്നതെങ്കിൽ എന്താണ് പവറിൻ്റെ സമ്മാണ് ചെയ്യുന്നത്. ബേസ് സെയിം ആണ് ഡിവിഷൻ ആണ് അവിടുത്തെ ഓപ്പറേഷൻ എങ്കിൽ എന്താ ചെയ്യേണ്ടത് പവേഴ്സിൻ്റെ സബ്ട്രാക്ഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. സോ നമുക്ക് കിട്ടിയത് എന്താണ് x⁴ ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് a + b = 11 and ab = 35 then what is the value of a⁴ + b⁴? സോ നമുക്ക് എന്താ തന്നേക്കുന്നത് a + b എത്രയാണെന്ന് തന്നിട്ടുണ്ട് നമുക്ക് 11 ആണ് തന്നിട്ടുണ്ട്. ab എത്രയാണെന്ന് തന്നിട്ടുണ്ട് 35 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് a⁴ + b⁴ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം a² + b² എത്രയാണെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. സോ എന്താ നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് a + b² = a² + b² + 2ab. അതായത് a + b² എന്ന് പറയുന്നത് എന്താണ് a² + b² + 2ab. സോ ഇതിന് a + a² +
ബി സ്ക്വയർ മാത്രം എടുക്കാൻ വെച്ചാലോ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2ab എന്ന് നമുക്ക് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കാണാൻ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2ab. എ പ്ലസ് ബി എന്ന് പറയുന്നത് എത്രയാണ്? എ പ്ലസ് ബി എന്ന് പറയുന്നത് 11 സോ 11ന്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ബി. 2 ഇൻറ്റു എ ബി എന്ന് പറയുന്നത് എത്ര? 35 എന്ന് കിട്ടും. സോ 11ന്റെ സ്ക്വയർ 121 മൈനസ് 2 ഇൻറ്റു 35 എന്ന് പറയുന്നത് എത്ര? 70 എന്ന് കിട്ടും. സോ ആൻസർ എത്ര കിട്ടും? 51 എന്ന് കിട്ടും. എന്ത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എത്രയാണെന്ന് കിട്ടുക? 51 എന്ന് കിട്ടും. നമുക്ക് എന്താ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത്? a⁴ പ്ലസ് b⁴ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും ഈ തന്നേക്കണേനെ ഒന്നുകൂടി സ്ക്വയർ കാണാം. അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് ഇക്വേഷൻ വരിക? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത്? a⁴ പ്ലസ് b⁴ പ്ലസ് 2 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ കിട്ടും. ഇതൊന്നിനെ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? a⁴ പ്ലസ് b⁴ പ്ലസ് 2 ഇൻറ്റു എ ബി ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? a⁴ പ്ലസ് b⁴ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതും കൊണ്ടുവരുമ്പോൾ എന്ത് കിട്ടും? a⁴ പ്ലസ് b⁴ ഇസിക്കൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ബി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. സോ തന്നേക്കുന്ന ഡാറ്റാസൊക്കെ നമുക്ക് എടുത്ത് എഴുതാം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. എത്ര? 51 വരുന്നത്. സോ 51ന്റെ സ്ക്വയർ മൈനസ് എന്താണ്? 2 ഇൻറ്റു എ ബിയുടെ സ്ക്വയർ. എ ബി എന്ന് പറയുന്നത് എത്ര? 35 35ന്റെ സ്ക്വയർ. 51ന്റെ സ്ക്വയർ എത്രയാണ് വരുന്നത്? 51ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 51 1 5 2601 എന്ന് കിട്ടും. സോ 51ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2601 മൈനസ് 35ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര കിട്ടും? 35ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 5 5 25 ബാക്കി 2 17 15 ബാക്കി 1 10 5 2 2 1 12 25 എന്ന് കിട്ടും. എന്ത്? 35ന്റെ സ്ക്വയർ ഇൻറ്റു 2 ചെയ്യണം. അതായത് ഇവിടെ ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 24 50 കിട്ടും. സോ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് ആദ്യം 1 വരും. 5 151 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് 51ന്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 35ന്റെ സ്ക്വയർ. അതായത് 2601 മൈനസ് 2450 എന്ന് പറയുന്നത് എത്ര? ഡിഫറൻസ് എന്ന് പറയുന്നത് 151 ആണ്. സോ നമ്മുടെ ആൻസർ എത്രയാണ് വരുന്നത്? ഓപ്ഷൻ എ 151 ആണ് നമ്മുടെ ആൻസർ. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. സോ നമ്മളിത് 2 വട്ടം റിപ്പീറ്റ് ആണ് ചെയ്തത്. കാരണം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? a⁴ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 4ലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഈ പ്രോസസ്സ് 2 വട്ടമാണ് ചെയ്തത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 151 ആണ് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If x plus y is equal to 36, then find x minus 27 whole cube plus y minus 9 whole cube. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? x minus 27 whole cube plus y minus 9 whole cube. അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. നമുക്ക് തന്ന കണ്ടീഷൻ എന്താണ്? x plus y is equal to 36. നമുക്ക് തന്നേക്കണ ആകെയുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എത്രയാണ്? x minus 36 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൊടുക്കാം? എക്സിന് നമുക്ക് 27 എന്നും വൈന് നമുക്ക് എന്ത് കൊടുക്കാം? 9 നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. സോ 27 9 എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞേക്കുന്നത് എന്താണ്? 27 9 ആണ്. സോ അതിൻ്റെ സം എടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 36 എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാൻ പറ്റും? എക്സും വൈനും ആ റെസ്പെക്റ്റീവ് വാല്യൂസ് ഇട്ട് കൊടുക്കാൻ പറ്റും. കാരണം ആകെ തന്നേക്കണ കണ്ടീഷൻ എന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 36 എന്നാണ് ആകെ തന്നേക്കണ കണ്ടീഷൻ. സോ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? എക്സിൻ്റെ സ്ഥാനത്ത് 27. സോ 27 മൈനസ് 27 ഹോൾ ക്യൂബ് പ്ലസ് 9 മൈനസ് 9 ഹോൾ ക്യൂബ് എത്ര കിട്ടും?
0 പ്ലസ് 0 എന്ന് കിട്ടും. അതായത് ആൻസർ എത്ര? 0 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് y plus 1 by y is equal to 3, then what is the value of 1 by y cube plus y cube plus 2? സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തന്ന കണ്ടീഷൻ എന്താണ്? y plus 1 by y is equal to 3 എന്നാണ് നമുക്ക് തന്നേക്കുന്നത്. അതായത് ഇക്വേഷൻ എന്താ വരുന്നത്? എക്സ് പ്ലസ് 1 ബൈ എക്സ് കെ ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? കെ ക്യൂബ് മൈനസ് 3k. അതായത് നമുക്ക് എന്താ പഠിക്കേണ്ടത്? എക്സ് പ്ലസ് 1 ബൈ എക്സ് എന്ന് പറയുന്നത് കെ ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? കെയിൻ്റെ ക്യൂബ് മൈനസ് 3k ആണ് നമ്മളോട് ചെയ്യേണ്ടത്. സോ ഇവിടെ എന്താണ്? എക്സിന് പകരം y ആണ്. y പ്ലസ് 1 ബൈ y എത്രയാണ്? 3 ആണ്. സോ y ക്യൂബ് പ്ലസ് 1 ബൈ y ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 3ൻ്റെ ക്യൂബ് മൈനസ് 3 ഇൻറ്റു 3, അതായത് 27 മൈനസ് 9 എത്ര കിട്ടും നമുക്ക്? 27 മൈനസ് 9 എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ് വരുന്നത്. സോ നമുക്ക് എന്താണ് കിട്ടിയത്? y ക്യൂബ് പ്ലസ് 1 ബൈ y ആണ് കിട്ടിയത്. സോ നമുക്ക് കിട്ടിയ പാർട്ട് എന്ന് പറയുന്നത് എത്ര? ഇത് മാത്രമാണ് കിട്ടിയത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര? 18 ആണ് വരുന്നത്. അതായത് y ക്യൂബ് എന്ന് 3ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 27, 3 ഇൻറ്റു 3 എന്ന് പറയുന്നത് 9. സോ 9 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 18 കിട്ടി. സോ y ക്യൂബ് പ്ലസ് 1 ബൈ y ക്യൂബ് എന്ന് പറയുന്നത് 18 ആണ്. ഇതിൻ്റെ കൂടെ എന്താണ്? ഒരു 2 കൂടി ഉണ്ട്. സോ 18 പ്ലസ് 2 എന്ന് പറയുന്നത് എത്രയാണ്? 20 നമുക്ക് കിട്ടും. സോ നമ്മുടെ ആൻസർ എത്രയാണ്? 20 ആണ് വരുന്നത്. സോ അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ദ വാല്യൂ ഓഫ് 428 ഇൻറ്റു 428 ഇൻറ്റു 428 പ്ലസ് 348 ഇൻറ്റു 348 ഇൻറ്റു 348 ബൈ 428 ഇൻറ്റു 428 മൈനസ് 428 ഇൻറ്റു 348 പ്ലസ് 348 ഇൻറ്റു 348. സോ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യൻ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇത്. എത്ര വട്ടം ഉണ്ട്? 3 വട്ടം ഉണ്ട്. സോ അതുപോലെ ഈ നമ്പറും എത്ര വട്ടം ഉണ്ട്? 3 വട്ടം ഉണ്ട്. സോ നമുക്ക് അതിന് എന്ത് ചെയ്താൻ പറ്റും? 428 നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? എ എന്നും 348 നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ബി എന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. സോ ആദ്യത്തെ എത്ര എണ്ണം? 3 എണ്ണം ഉണ്ട്. സോ എ ക്യൂബ് പ്ലസ് 348 എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട്. സോ ബി ക്യൂബ് ബൈ 428 എത്ര എണ്ണം? ഇവിടെ 2 എണ്ണം വരുന്നുണ്ട്. സോ എ സ്ക്വയർ മൈനസ് ഇവിടെ എ ആണ്, ഇത് ബി ആണ്. സോ എ ഇൻറ്റു ബി പ്ലസ് 348 2 എണ്ണം. സോ ബി സ്ക്വയർ എന്ന് കിട്ടും. സോ ഇവിടെ എന്ത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറയുന്നത് എന്താണ് ഇക്വേഷൻ? അതായത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറയുന്നത് എന്ത് ഇക്വേഷനാണ് വരുന്നത്? എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി. അതായത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി. സോ ഇത് നമുക്ക് ഇവിടേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? എ ക്യൂബ് പ്ലസ് ബി ക്യൂബിന് പകരം എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി നമുക്ക് ഇട്ട് കൊടുക്കാം. ബൈ അടിയിൽ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി തന്നെയാണ് അടിയിലുള്ളത്. സോ എന്ത് കട്ട് ചെയ്ത് പോവും? ഈ പാർട്ടും ഈ പാർട്ടും കട്ട് ചെയ്ത് പോവും. ലാസ്റ്റ് എന്ത് ഉള്ളത്? എ പ്ലസ് ബി ആണുള്ളത്. എ എന്താണ്? 428 ബി എന്ന് പറയുന്നത് എത്രയാണ്? 348 ആണ് വരുന്നത്. സോ സം എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 7 766 നമുക്ക് ആൻസർ കിട്ടും. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? ഓപ്ഷൻ എ 777 കിട്ടും. സോറി 777 ആണ് നമ്മുടെ ആൻസർ വരുന്നത്, ഓപ്ഷൻ എ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 1024 ബൈ എ ബി മൈനസ് ബി സി മൈനസ് സി എ സിക്കൽ ടു -2 ആൻഡ് എ പ്ലസ് ബി സിക്കൽ ടു 5c. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സിയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഈ തന്ന ഇക്വേഷനെ ഒന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് എഴുതാം. അറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാ?
എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 1024 ബൈ എ ബി മൈനസ് ബി സി മൈനസ് സി എ ഇസിക്കൽ ടു എത്രയാണ് മൈനസ് 2 എന്ന് കിട്ടും. സോ ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 1024 എന്ന് പറയുന്നത് എത്ര കിട്ടും മൈനസ് 2 ഇൻറ്റു എ ബി മൈനസ് ബി സി മൈനസ് സി എ എന്ന് നമുക്ക് കിട്ടും. സോ ഈ 1024 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ അതുപോലെ ഈ മൈനസ് 2 ഈ ഓൾ ടേം നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ പ്ലസ് 2 ഇൻറ്റു എ ബി മൈനസ് ബി സി മൈനസ് സി എ ഇസിക്കൽ ടു 1024 നമുക്ക് കിട്ടി. അതായത് ഇത്രയും ടേം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് ഇതെന്ന് പറയുന്നത് എന്താ എ പ്ലസ് ബി മൈനസ് സി ഓൾ സ്ക്വയർ ആണ് ഇത്രയും ടേം. അതായത് എ പ്ലസ് ബി മൈനസ് സി ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ബി മൈനസ് ബി സി മൈനസ് സി എ ആണ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ. അതാണ് എത്ര 1024. സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എവിടെ വരെ എത്തിച്ചു എ പ്ലസ് ബി മൈനസ് സി ഹോൾ സ്ക്വയർ ആണ് എന്ത് 1024 എന്ന് നമുക്ക് കിട്ടി. നെക്സ്റ്റ് എന്താ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് എ പ്ലസ് ബി എത്രയാണ് തന്നിട്ടുണ്ട് 5c ആണ് തന്നിട്ടുണ്ട്. സോ എ പ്ലസ് ബി ഇസിക്കൽ ടു 5c. ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എഴുതാൻ പറ്റും എ പ്ലസ് ബി ഇസിക്കൽ ടു 4c പ്ലസ് സി നമുക്ക് എഴുതാൻ പറ്റും. അതായത് ജസ്റ്റ് ആ 5c ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ 4c പ്ലസ് സി രണ്ടും കൂട്ടുമ്പോൾ എത്ര കിട്ടും 5c നമുക്ക് കിട്ടും. ഈ സീനും കിട്ടുകൊണ്ടിരുമ്പോൾ എ പ്ലസ് ബി മൈനസ് സി എന്ന് പറയുന്നത് എത്ര കിട്ടി 4c നമുക്ക് കിട്ടി. സോ ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു എ പ്ലസ് ബി മൈനസ് സി എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിച്ചു 4c ആണെന്ന് കണ്ടുപിടിച്ചു. ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം ഇവിടേക്ക് ഇട്ട് കൊടുക്കണം. എ പ്ലസ് ബി മൈനസ് സി എന്ന് പറയുന്നത് എത്ര 4c എന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. സോ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും 4c ഓൾ സ്ക്വയർ ഇസിക്കൽ ടു 1024. സോ നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്തു എന്ത് എ പ്ലസ് ബി മൈനസ് സിക്ക് 4c എന്ന് ഇട്ട് കൊടുത്തു. സോ 4c ഓൾ സ്ക്വയർ ഇസിക്കൽ ടു 1024. സ്ക്വയറിന് നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 4c ഇസിക്കൽ ടു റൂട്ട് 1024. 4c ഇസിക്കൽ ടു റൂട്ട് 1024 എന്ന് പറയുന്നത് എത്ര 32 എന്ന് കിട്ടും നമുക്ക്. സോ സി എന്ന് പറയുന്നത് എത്ര 32/4 എന്ന് പറയുന്നത് എത്ര 8 എന്ന് കിട്ടും. അതായത് സിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്ര 8 ആണ് വരുന്നത്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.